ഹായ് ഫ്രണ്ട്സ്, ന്യൂ ബീനിയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് MG യൂണിവേഴ്സിറ്റി BEdലെ എഡ്യൂക്കേഷൻ ടെക്നോളജി എന്ന പേപ്പറിലെ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുള്ള സോഫ്റ്റ്വെയർ അപ്രോച്ച് എന്ന ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഹാർഡ്വെയർ അപ്രോച്ചിനെ പറ്റി ഇതിനു മുമ്പ് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. അപ്പോൾ എന്താണ് സോഫ്റ്റ്വെയർ അപ്രോച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഹാർഡ്വെയർ അപ്രോച്ചിനെ പറ്റി നമ്മൾ പറഞ്ഞു യന്ത്രങ്ങൾക്കാണ് അതിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്ന്. ഉപകരണങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഉപകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ അധ്യാപനം നടത്തുക, പഠനം നടത്തുക, അങ്ങനെയൊരു സമീപന രീതിയാണ്, അങ്ങനെയൊരു രീതിയാണ് ഹാർഡ്വെയർ അപ്രോച്ച് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ സോഫ്റ്റ്വെയർ അപ്രോച്ച് എന്നറിയപ്പെടുന്ന ഈ സമീപനം മുന്നോട്ട് വയ്ക്കുന്നത് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ്. അവിടെ യന്ത്രങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത് എങ്കിൽ ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് യന്ത്രങ്ങൾക്കല്ല, മറിച്ച് പ്രക്രിയകൾക്കാണ്. പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രക്രിയകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നടത്തപ്പെടുന്ന ഒരു അപ്രോച്ചാണ് സോഫ്റ്റ്വെയർ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാന സവിശേഷതകളായി നമുക്ക് പറയാൻ കഴിയുന്നതാണ് ചുമതലാ വിശകലനം, ഉപരിപഠന തന്ത്രം തിരഞ്ഞെടുക്കൽ, പ്രതികരണം ഉടൻ ശക്തമാക്കൽ, നിരന്തര മൂല്യനിർണ്ണയം. അപ്പോൾ ഇതൊക്കെയാണ് ഈ സോഫ്റ്റ്വെയർ അപ്രോച്ചിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത്. ചുമതല വിശകലനം, ഉപരിപഠന തന്ത്രം തിരഞ്ഞെടുക്കൽ, പ്രതികരണം ഉടൻ ശക്തമാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഇതിൻ്റെ പ്രധാന സവിശേഷതകളായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നതാണ്. സോഫ്റ്റ്വെയർ അപ്രോച്ച് പ്രധാനമായിട്ടും മനഃശാസ്ത്രത്തിൻ്റെ രീതികൾ ഉപയോഗിച്ചുകൊണ്ട്, നമുക്കറിയാം സോഫ്റ്റ്വെയർ അപ്രോച്ച് കൊണ്ടുവന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഴ്സായി അറിയപ്പെടുന്നത് സ്കിന്നറും അദ്ദേഹത്തോടൊപ്പമുള്ള ബിഹേവിയറിസ്റ്റുകളുമാണ്. അപ്പോൾ ബിഹേവിയറിസ്റ്റുകൾ അല്ലെങ്കിൽ പെരുമാറ്റത്തെ അടിസ്ഥാനമാക്കി പഠനം നടത്തിയവരാണ് ബിഹേവിയറിസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ പഠനങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇവരുടെ മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ മനഃശാസ്ത്രപരമായ സവിശേഷതകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സോഫ്റ്റ്വെയർ അപ്രോച്ച് മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ മനഃശാസ്ത്രത്തിലൂടെയാണ് ഇവിടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അറിവ് നൽകപ്പെടുന്നത്. മനഃശാസ്ത്രത്തിലെ രീതികളിലൂടെ, മനഃശാസ്ത്ര തന്ത്രങ്ങളിലൂടെ എങ്ങനെ വിദ്യാർത്ഥികളിലേക്ക് അറിവ് എത്തിക്കാൻ കഴിയും എന്നതാണ് സോഫ്റ്റ്വെയർ അപ്രോച്ച് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അങ്ങനെ മനഃശാസ്ത്രത്തിൻ്റെ രീതികളിലൂടെ വിജ്ഞാനം, അതേപോലെ വിദ്യാർത്ഥികളുടെ പെരുമാറ്റ പരിഷ്കാരം, അവരുടെ പെരുമാറ്റങ്ങൾ പരിഷ്കരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പഠന മനഃശാസ്ത്രത്തിൻ്റെ പ്രായോഗികമായിട്ടുള്ള ഉപയോഗത്തിലൂടെ വിദ്യാർത്ഥികളിൽ നല്ല മാറ്റം കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് സോഫ്റ്റ്വെയർ അപ്രോച്ച് മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തരത്തിൽ യന്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ പുസ്തകം, മാസിക, അതേപോലെ വിദ്യാഭ്യാസ കളികൾ, ഫ്ലാഷ് കാർഡ് തുടങ്ങിയവ ഉപയോഗിച്ചുകൊണ്ട് മനഃശാസ്ത്രപരമായി വിദ്യാർത്ഥികളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു സമീപന രീതിയാണ് സോഫ്റ്റ്വെയർ അപ്രോച്ച് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഹാർഡ്വെയർ അപ്രോച്ച് യന്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, സോഫ്റ്റ്വെയർ അപ്രോച്ച് പ്രക്രിയകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കുക. താങ്ക് യു.